ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സുഹിയൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം മഴ സമയമൊക്കെയില്ലേ, അപ്പോൾ സുഹിയനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് കഴിക്കാൻ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇതുപോലെ എണ്ണയിലൊക്കെ വറുത്തതും പൊരിച്ചൊക്കെ തിന്നാൻ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല പുറത്തുനിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സിമ്പിളാണ് കേട്ടോ റെസിപ്പി. അപ്പോൾ ഞാൻ ഇതുപോലെ പയറെടുത്തിട്ടുണ്ട്. പയർ ഞാനാണെങ്കിൽ ഒരു 7 to 8 മണിക്കൂറത്തേക്ക് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എല്ലാം വെള്ളം കളഞ്ഞിട്ട് നല്ല 2-3 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം ഒരു പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുക്കണം. നമുക്കാണെങ്കിൽ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്നതിന് ശേഷം കുക്കർ നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ല, അവിടെ പാകത്തിന് പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിക്കൊന്നും വെള്ളമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ നിങ്ങൾക്ക് അഥവാ വെള്ളമൊക്കെ അടിക്കുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കണേ. ഇനി നമുക്കൊരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം അധികം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 250 ഗ്രാം വരെ ശർക്കര എടുക്കാം. പക്ഷേ 200 ഗ്രാം ശർക്കര ഇട്ടാലും നല്ല പാകത്തിന് മധുരം കിട്ടും കേട്ടോ. അത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ കപ്പിന് 250 ml കപ്പിന് 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. എനിക്കാണെങ്കിൽ 250 ml കപ്പിന് 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം, ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വന്നായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മേദയുടെ ഇതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണേ. നമുക്കത് ശരിക്കും അറിയണമെങ്കിൽ വല്ല സ്പൂണോ എന്തെങ്കിലും ഒരു തവിയോ നമ്മൾ അകത്തുനിന്ന് ഡിപ്പ് ചെയ്തിട്ട് നോക്കുമ്പോൾ പിന്നെ കൂടെ കോട്ടായിരിക്കണം മാവ്. അതുപോലെയാണ് കേട്ടോ അതിൻ്റെ അളവ് നോക്കേണ്ടത്. അപ്പോൾ അതേ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ബാറ്ററൊന്ന് ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ആ നേരം നമുക്ക് കുറച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി കടായി അടുപ്പത്തേക്ക് വെക്കുക. അതിന് ശേഷം നമ്മൾ ശർക്കര ആണെങ്കിൽ നമ്മൾ പാവ് വച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് മെൽറ്റ് ചെയ്ത് ഇതിനകത്ത് കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിച്ചിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ. വല്ല അഴുക്കോ കാര്യങ്ങൾ എന്തെങ്കിലും പോകാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 കപ്പിനാണെങ്കിൽ തേങ്ങ ചെരുകിയതും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ചെറുതായിട്ട്, ഒത്തിരി ഒന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുറുകിയാൽ മാത്രം മതി. ഇനി ഒരു 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂൺ നമുക്ക് ചുക്ക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ഇടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്ത് പയർ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ വറ്റിച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്നില്ലെങ്കിൽ ഇതുപോലെ തവിയൊന്ന് വെച്ച് നോക്കിയാൽ മതി. ഇത് വീഴാതെ അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിട്ടുണ്ടെന്നാൽ ഈ നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കൈയൊക്കെ തൊട്ട് നമുക്ക് ഉരുളയൊക്കെ ഉരുട്ടിയെടുക്കണ്ട. അപ്പോൾ നമുക്ക് തൊടാൻ പാകത്തിന് റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഈ മാവിനകത്ത് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എത്ര സിമ്പിളാണ് അല്ലേ. എണ്ണയ്ക്കാണെങ്കിൽ നന്നായിട്ടും ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പറഞ്ഞത്, നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ സുഹിയൻ വറുത്ത് കോരി എടുക്കാനായിട്ട്. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ടേസ്റ്റത്തോടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയത്തോടെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്യുന്നത് സിമ്പിളല്ലേ. ഇപ്പം വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.